2026 ഫെബ്രുവരി 21-ന് അഡ്ലൈഡ് ഓവലിൽ വെച്ച് നടന്ന നിർണായകമായ മൂന്നാം ടി20 മത്സരത്തിൽ ഓസ്ട്രേലിയൻ വനിതാ ടീമിനെ 17 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ചരിത്ര വിജയം സ്വന്തമാക്കി. ഈ പ്രധാനപ്പെട്ട ജയത്തോടെ 3 മത്സരങ്ങളുള്ള ടി20 പരമ്പര 2 മുതൽ 1 വരെ ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ നിലവിലുള്ള മൾട്ടി ഫോർമാറ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ ലീഡ് 4 മുതൽ 2 വരെയായി ഉയർന്നു. ഇന്ത്യക്ക് ഉയർന്ന സ്കോർ നേടിക്കൊടുക്കുന്നതിൽ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയും ജെമീമ റോഡ്രിഗസും നിർണായക പങ്കുവഹിച്ചു. വെറും 55 പന്തിൽ നിന്ന് 82 റൺസ് നേടിയ മന്ദാനയുടെ തകർപ്പൻ പ്രകടനമാണ് ഇതിൽ പ്രധാനമായത്. റോഡ്രിഗസ് ഭേദനത്തിലൂടെ അർദ്ധ സെഞ്ചുറി നേടി മികച്ച പിന്തുണ നൽകി. ഈ രണ്ട് ബാറ്റർമാരുടെയും കൂട്ടായ പ്രകടനത്തിന്റെ ബലത്തിൽ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസാണ് ഇന്ത്യ നേടിയത്. ബൌളിംഗിലേക്ക് വരുമ്പോൾ യുവതാരങ്ങളായ ശ്രേയങ്ക പാട്ടീലും ശ്രീചരണിയും തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇരുവരും 3 വിക്കറ്റ് വീതം വീഴ്ത്തി ഓസ്ട്രേലിയയുടെ വിജയലക്ഷ്യം തകർക്കുകയും ഇന്ത്യക്ക് അവിസ്മരണീയ വിജയം ഉറപ്പാക്കുകയും ചെയ്തു. ഈ വിജയം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു ബൈലാറ്ററൽ പരമ്പര നേടുന്നത് ഇന്ത്യക്ക് അപൂർവമാണ്. കൂടാതെ മൾട്ടി ഫോർമാറ്റ് പരമ്പര ഏകദിനങ്ങളിലേക്കും ടെസ്റ്റ് മത്സരത്തിലേക്കും കടക്കുമ്പോൾ ഈ വിജയം വലിയൊരു ആത്മവിശ്വാസം നൽകും. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച നായിക ഹർമൻപ്രീത് കൗറിന് കീഴിൽ സ്മൃതി മന്ദാനയും ജെമിമ റോഡ്രിഗസും ചേർന്നുള്ള ഒരു ഗംഭീര കൂട്ടുകെട്ടാണ് ഇന്ത്യയുടെ ഇന്നിംഗ്സിന് അടിത്തറയിട്ടത്. തകർപ്പൻ ഫോമിലുണ്ടായിരുന്ന മന്ദാന 55 പന്തിൽ നിന്ന് 8 ഫോറുകളും 3 സിക്സറുകളും സഹിതം 82 റൺസാണ് അടിച്ചെടുത്തത്. ആക്രമിച്ചു കളിച്ചപ്പോഴും നിയന്ത്രണം വിടാതെ മന്ദാന ബാറ്റ് ചെയ്ത ശൈലി ഇന്ത്യക്ക് ഒരു വലിയ ടോട്ടൽ നേടാൻ വഴിയൊരുക്കി. കിം ഗാർത്തിന് മുന്നിൽ 7 റൺസെടുത്ത് ഷഫാലി വർമ്മ പെട്ടെന്ന് പുറത്തായതിന് പിന്നാലെ ക്രീസിലെത്തിയ ജെമിമ റോഡ്രിഗസ് ടീമിന് നിർണായകമായി. 46 പന്തിൽ നിന്ന് 59 റൺസാണ് റോഡ്രിഗസ് നേടിയത്. വളരെ ശ്രദ്ധയോടെയുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നു അത്. മന്ദാനയുടെ ആക്രമണത്തിന് പിന്തുണ നൽകി റൺ റേറ്റ് കുറയാതെ നോക്കാനും റോഡ്രിഗസ് ശ്രദ്ധിച്ചു. രണ്ടാം വിക്കറ്റിൽ ഇവർ തമ്മിലുള്ള 121 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടെല്ലായത്. ഇത് ടീമിനെ ഒരു മികച്ച ടോട്ടലിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. ഇന്നിംഗ്സിന്റെ അവസാനത്തിൽ റിച്ച ഘോഷിന്റെ ഒരു മിന്നൽ പ്രകടനവും കണ്ടു. ഇതോടെ ഇന്ത്യക്ക് ഒരു മികച്ച ഫിനിഷ് ഉറപ്പാക്കാനും 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസിലെത്താനും സാധിച്ചു. ഓസ്ട്രേലിയയുടെ ചേസ് തുടങ്ങിയത് നല്ല വാശിയോടെയായിരുന്നു. പക്ഷേ ഇന്ത്യൻ ബോളർമാർ പെട്ടെന്ന് തന്നെ അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി. ശ്രേയങ്ക പാട്ടീലിന്റെ ടീമിലേക്കുള്ള എൻട്രി ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. പവർ പ്ലേയിൽ തന്നെ ജോർജിയ വോൾ, എല്ലിസ പെറി തുടങ്ങിയ പ്രധാനപ്പെട്ട ഓസ്ട്രേലിയൻ ബാറ്റർമാരെ പുറത്താക്കി ശ്രേയങ്ക ഇന്ത്യക്ക് നിർണായകമായ മുന്നേറ്റം നൽകി. അതോടെ കളി ഇന്ത്യയുടെ വരുതിയിലായി. ശ്രേയ് ചരണിയും നിർണായക ബ്രേക്ക് ത്രൂ നൽകി. അപകടകാരിയായ ഫോബി ലിച്ചഫീൽഡിനെ പുറത്താക്കിയത് എടുത്തുപറയേണ്ട ഒരു കാര്യമാണ്. ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിൽ ആഷ്ലി ഗാർണറുടെ ഒറ്റയാൾ പോരാട്ടമാണ് കണ്ടത്. ടീമിനെ കളിയിൽ നിലനിർത്താൻ ഒരു പോരാട്ടവീര്യം നിറഞ്ഞ അർദ്ധ സെഞ്ചുറി അവർക്ക് നേടാനായി. എന്നാൽ ഗാർണറെ പുറത്താക്കാൻ ജെമീമ റോഡ്രിഗസ് എടുത്ത കിടിലൻ ക്യാച്ച് കളിയിലെ പ്രധാന വഴിത്തിരിവായി. അതോടെ ഓസ്ട്രേലിയയുടെ നടുവൊടിഞ്ഞു. ആസ്കിംഗ് റേറ്റ് ഉയർന്നതോടെ ഓസ്ട്രേലിയൻ ബാറ്റർമാരുടെ മേൽ സമ്മർദ്ദം വർദ്ധിച്ചു. ഗ്രേസ് ഹാരിസും ഒരു ഹിറ്റ് വിക്കറ്റിലൂടെ പുറത്തായി. പാട്ടീലും ചരണിയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ഇവരുടെ കൂട്ടായ പ്രകടനത്തിലൂടെ ഓസ്ട്രേലിയയെ 20 ഓവറിൽ 9 വിക്കറ്റിന് 159 റൺസിൽ ഒതുക്കാൻ ഇന്ത്യക്കായി. അങ്ങനെ 17 റൺസിന്റെ ഒരു തകർപ്പൻ വിജയം ഇന്ത്യ സ്വന്തമാക്കി. ടി20 പരമ്പര ശരിക്കും ഒരു ആവേശം നിറഞ്ഞ അങ്ങോട്ടുമിങ്ങോട്ടുള്ള പോരാട്ടമായിരുന്നു. അതോടെ നിർണായകമായ അവസാന മത്സരത്തിന് കളമൊരുങ്ങുകയും ചെയ്തു. 2026 ഫെബ്രുവരി 15-ന് സിഡ്നിയിലെ SCGയിൽ നടന്ന ആദ്യ ടി20-ൽ ഇന്ത്യയാണ് ആദ്യം മുന്നിലെത്തിയത്. മഴ തടസ്സപ്പെടുത്തിയ ആ മത്സരത്തിൽ DLS രീതിപ്രകാരം 21 റൺസിന്റെ ജയം ഇന്ത്യ സ്വന്തമാക്കി. ആ മത്സരത്തിൽ ഇന്ത്യൻ ബൌളർമാർ ലോക 1-ാം നമ്പർ ടീമായ ഓസ്ട്രേലിയയെ 133 റൺസിൽ ഒതുക്കി. 4 വിക്കറ്റുകൾ വീഴ്ത്തി അരുന്ധതി റെഡ്ഡി അവിടെ താരമായി. എന്നാൽ 2026 ഫെബ്രുവരി 19-ന് കാൻബറയിലെ മനുക്ക ഓവലിൽ നടന്ന രണ്ടാം ടി20 ഓസ്ട്രേലിയ ശക്തമായി തിരിച്ചടിച്ചു. യുവ ഓപ്പണർ ജോർജിയ വോളായിരുന്നു അവിടെ താരം. തകർപ്പൻ 88 റൺസടിച്ച് ജോർജിയ ഓസ്ട്രേലിയയെ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് എന്ന ഒരു മികച്ച ടോട്ടലിൽ എത്തിച്ചു. സ്മൃതി മന്ദാനയും ഷഫാലി വർമ്മയും അടങ്ങുന്ന ഇന്ത്യൻ ഓപ്പണർമാർ നല്ലൊരു തുടക്കം നൽകിയെങ്കിലും അവസാന ഓവറുകളിൽ 7 റൺസിനിടെ 6 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതോടെ ഇന്ത്യ 19 റൺസിന് തോൽക്കുകയായിരുന്നു. ആഷ്ലി ഗാർണർ, കിം ഗാർത്ത്, അന്നബെൽ സദർലാൻഡ്, ക്യാപ്റ്റൻ സോഫി മോളിന്യൂക്സ് എന്നിവരായിരുന്നു ആ മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ ബോളിംഗ് വിജയത്തിനു പിന്നിൽ. ഓരോരുത്തരും നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി തങ്ങളുടെ പങ്കുവഹിച്ചു. സ്വന്തം നാട്ടിൽ കരുത്തരായ ഓസ്ട്രേലിയൻ ടീമിനെതിരെ ഇന്ത്യൻ വനിതാ ടീം നേടിയ ഈ സീരീസ് വിജയം ഒരു വലിയ നാഴികക്കല്ല് തന്നെയാണ്. ടീമിന്റെ വളർന്നുവരുന്ന കരുത്തും പോരാട്ടവീര്യവും എത്രത്തോളം വലുതാണെന്ന് ഇത് കാണിക്കുന്നു. ടി20 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 4 മുതൽ 2 വരെ എന്ന പോയിന്റ് നിലയിൽ ഇന്ത്യ മുന്നിലാണ്. അതുകൊണ്ട് ഈ മൾട്ടി ഫോർമാറ്റ് സീരീസിൽ ഇനിയും ഒരുപാട് ആവേശം നിറഞ്ഞ കളികൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇരു ടീമുകളുടെയും ശ്രദ്ധ വരാനിരിക്കുന്ന 3 ഏകദിന മത്സരങ്ങളിലേക്കും ഒരു ടെസ്റ്റ് മത്സരത്തിലേക്കുമാണ്. ഈ മുന്നേറ്റം അവിടെയും തുടരാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. എന്നാൽ ഓസ്ട്രേലിയ ശക്തമായി തിരിച്ചുവരാനുള്ള അവസരമാണിത്. സ്മൃതി മന്ദാന, ജെമിമ റോഡ്രിഗസ്, ശ്രേയങ്ക പാട്ടീൽ, ശ്രീചരണി എന്നിവരെപ്പോലുള്ള പ്രധാന കളിക്കാരുടെ പ്രകടനമാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത്. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിലും ഇവരുടെ പ്രകടനം ഒറ്റുനോക്കപ്പെടും. ശരിക്കും പറഞ്ഞാൽ ഈ ടി20 സീരീസ് ഉഗ്രൻ വനിതാ ക്രിക്കറ്റാണ് നമുക്ക് കാണിച്ചു തന്നത്. ആവേശം നിറഞ്ഞ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഈ പരമ്പര രണ്ട് ടീമുകളിലെയും കളിക്കാർക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് തെളിയിച്ചു. ടൂറിന്റെ ബാക്കി മത്സരങ്ങൾക്ക് ഇതൊരു മികച്ച തുടക്കവും ആവേശവും നൽകുന്നുണ്ട്.